ചാവക്കാട് നഗരസഭയുടെ മൊബൈൽ FSTP ഉപയോഗിച്ചുകൊണ്ട് ഗുരുവായൂർ നഗരസഭാ പ്രദേശത്തുള്ള ഒരു ലോഡ്ജിൽ നിന്നും സെപ്റ്റേജ് മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഇന്നലെ ഉണ്ടാകുകയുണ്ടായി. അവിടുത്തെ ഒരു കൂട്ടം ആളുകൾ ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ വിഷയം മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നഗരസഭയുടെ സെക്രട്ടറിയുടെ പേരിലുള്ള MTU പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ ദ്രവമാലിന്യ സംസ്കരണം നടത്തുന്ന ഒരു ഭൗമ കമ്പനി, അത് കൃത്യമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയും ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ സർട്ടിഫിക്കേഷനോട് കൂടിയും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ അതിൻ്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നാളിതുവരെ നടന്നത്. കേരളത്തിലെ സർക്കാർ മാലിന്യ സംസ്കരണ രംഗത്ത് നടത്തുന്ന മാതൃകാപരമായ പദ്ധതികളിൽ ഒന്നാണ് ചാവക്കാട് നഗരസഭ ഏറ്റെടുത്ത ഈ മൊബൈൽ FSTPയുടെ പ്രവർത്തനം. ഇത് ഒരു മാസത്തിലധികമായി നമ്മുടെ നഗരസഭയ്ക്കകത്തും പുറത്തും വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. ഇന്നലെ ഗുരുവായൂരിൽ വെച്ച് അവിടുത്തെ ഒരു ലോഡ്ജിൽ നിന്നും വിളിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാശടച്ച്, അതായത് ആദ്യം നഗരസഭയ്ക്കകത്ത് കാശടച്ചിട്ടാണ് അവിടെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി പോയത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി വണ്ടി അവിടെ പോവുകയും സെപ്റ്റേജ് മാലിന്യം എടുത്ത് സംസ്കരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഒരു കൂട്ടം സാമൂഹ്യ ദ്രോഹികൾ അവിടെ വന്നിട്ട് ആ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായത്. ഇതിൽ ചാവക്കാട് നഗരസഭയ്ക്കോ അല്ലെങ്കിൽ ഗുരുവായൂർ നഗരസഭയ്ക്കോ പ്രത്യേകിച്ച് മറ്റൊരു അജണ്ടയും ഇതിന് പിന്നിലില്ല. നമ്മൾ സെപ്റ്റേജ് മാലിന്യം മറ്റ് പുറം സ്ഥലങ്ങളിൽ, അതായത് തോടുകളിലോ അല്ലെങ്കിൽ ജലാശയങ്ങളിലോ ഒഴുക്കുന്നതിന് പകരം ശാസ്ത്രീയമായി സംസ്കരിച്ച് ട്രീറ്റ് ചെയ്ത വാട്ടർ, അത് ഏത് പ്രദേശത്താണോ സംസ്കരിക്കുന്നത് ആ പ്രദേശത്ത് പൊതുസ്ഥലങ്ങളിൽ ഒഴുക്കി വിടാം എന്ന കൃത്യമായ മാനദണ്ഡത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇന്നലെയും അവിടെ നടന്നത്. അല്ലാതെ ഇവിടെ മാധ്യമങ്ങൾ ആരോപിക്കുന്ന രീതിയിൽ മലിനജലം അല്ല നമ്മൾ പുറത്തേക്ക് ഒഴുക്കി വിട്ടത്. അത് കൃത്യമായിട്ടും എല്ലാ മാനദണ്ഡങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു വാഹനം എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത വാട്ടറാണ് അവിടെ ഒഴുക്കി വിട്ടത്. തീർച്ചയായും ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിനെതിരെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ നാട്ടിലെ മുഴുവൻ ആളുകൾ തള്ളിക്കളയണമെന്നും അതോടൊപ്പം തന്നെ ചാവക്കാട് നഗരസഭ എന്ന രീതിയിൽ നമ്മളെല്ലാ മാലിന്യ സംസ്കരണ രംഗത്തും, അതായത് ഖരമാലിന്യമായാലും ദ്രവമാലിന്യമായാലും മറ്റ് എല്ലാ മാലിന്യങ്ങളും തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ സംസ്കരിക്കണം എന്ന ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നതിനിടയിൽ ബന്ധപ്പെട്ട അധികാരികൾ, അതായത് ചില സാമൂഹ്യ ദ്രോഹികൾക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ ചാവക്കാട് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും DGPക്കും നമ്മൾ പരാതി അയച്ചിട്ടുണ്ട്. അതോടൊപ്പം ചാവക്കാട് നഗരസഭാ സെക്രട്ടറി നമ്മുടെ ഇതിന് മുകളിലുള്ള ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൻ്റെ പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടും ശുചിത്വ മിഷൻ്റെയും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷൻ്റെയും കൃത്യമായിട്ടുള്ള മേൽനോട്ടത്തിലും ഒക്കെ തന്നെയാണ്, നിയന്ത്രണത്തിനും വിധേയമായി തന്നെയാണ് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും നാളിതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ആ രീതിയിൽ തന്നെ നഗരസഭയുടെ പ്രവർത്തനം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നഗരസഭയ്ക്ക് വേണ്ടി പറയാനുള്ളത്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.